ഹലോ, ഞാൻ സുനി സജി രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോർച്ച ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരം നിറക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു കേട്ടോ. ഇത് തന്നെ പ്രത്യാശിക്കുക, ഇത് തന്നെ നമ്മളീ സംഭവിക്കും. ഞാൻ യേശപ്പൻ്റെ മകളാണ്. ഞാൻ രാജാതിരാജൻ യേശപ്പൻ്റെ മകളാണ്. ഇതെല്ലാം ലോകം സൃഷ്ടിച്ച ആളാണ് എൻ്റെ അപ്പൻ. ഇത് വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ കൂടുതൽ എന്താ യോഗ്യത നമുക്ക് കിട്ടാനുള്ള? നമ്മളല്ലേ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവതികൾ. അതാണ് എപ്പോഴും ചിന്തിക്കണം. ഏത് സങ്കടം വന്നാലും ഒക്കെ അത് ചിന്തിക്കുക. സങ്കടമൊക്കെ ദൈവം തുടച്ച് മാറ്റിക്കോളേ. ഇതാണ് കേട്ടോ ശരിക്കും നമ്മൾ കൊലോസ്യർ 3:17. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. ആമേൻ. ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഈ ഹെവൻലി ഫീസിലെ പ്രയറിനും ഇവിടെ നമ്മുടെ ചൊവ്വാഴ്ച ബൈബിൾ ക്ലാസ്സും ഉണ്ട്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെക്കൊക്കെ ഒപ്പിടുമ്പോൾ അതിനുള്ള അക്കൗണ്ടിൽ കാശ് വേണേ, സ്തുതി സ്തോത്രം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഓർക്കും ദൈവമേ, ഫുഡ് കഴിക്കാൻ അങ്ങനെ ട്രെയിൻ ചെയ്യാത്തൊരു കഷ്ടമായി പോയി. താങ്ക് യു ജീസസ് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കര സ്തുതി സ്തോത്രം പറഞ്ഞാൽ ഞാൻ എവിടെ ചെക്ക് ഒപ്പിടുമ്പോഴും ഞാൻ സ്തുതി സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ഷോപ്പായാലും ബാങ്കുകാരും എന്നെ ഓർപ്പിക്കും. ഇപ്പോൾ കേൾക്കുന്നവർക്ക് ഇത് ഇഷ്ടം കാണിക്കുന്നതും. ദൈവത്തിനൊരു നന്ദി പറഞ്ഞാൽ നമ്മൾ ഒപ്പിടാനൊരു യോഗ്യത ഒന്നുമില്ല ചെക്കിൽ. അതിലുള്ള കാശും ഫണ്ടും ഒക്കെ യേശുമ്പരാൻ നമുക്ക് തരാനും മതിയായിരുന്നു. നമുക്കൊന്നിനും മുട്ടും ഉണ്ടാവില്ല. എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിനെ എപ്പോഴും കറിയുണ്ടാക്കുമ്പോഴും ചോറടപ്പത്തിടുമ്പോഴും നടക്കുമ്പോഴും ഇങ്ങനെ പോരുമ്പോഴും ഒക്കെ ദൈവത്തിനോട് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ അപ്പോൾ നമ്മുടെ ജീവിതം മാറി മറിയും. അപ്പോൾ ഗീവവേയുടെ കാര്യം കിട്ടിയില്ലോ. സമ്മാനം ആർക്കൊക്കെ കിട്ടി? 2-3 പേർക്ക് കിട്ടിയില്ലേ? അപ്പോൾ അടുത്ത സമ്മാനം നിങ്ങൾക്ക് കിട്ടട്ടെ. കിട്ടാത്തവരത് ഓർത്ത് വിഷമിക്കണ്ട. ഷോള് മറിച്ചാണ് കേട്ടോ. സോറി, തിരിച്ചിടാം. അപ്പം നമ്മൾ അടുത്തതിന് നിങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതൊക്കെ ചെയ്തേരെ. അടുത്ത ഇത് നിങ്ങൾക്കാകട്ടെ. അപ്പോൾ ഇന്ന് ഇതുപോലെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേട്ടോ. അവിടെ ഡയമണ്ട് റിങ് ആട്ടോ വെയിറ്റ് ചെയ്യണം. ജനുവരി 31 ഞെറുക്കെടുക്കും. പിന്നെ അവിടെ വരുന്നവർക്ക് 25,000 ക്യാഷ് പ്രൈസ് ക്യാഷ് മേടിക്കുന്നവർക്ക് കോയിനുണ്ട്. അതുകൂടാണ്ട് ബമ്പർ ഞെറുക്കെടുപ്പിലും അവർ ഇൻക്ലൂഡഡ് ആയിരിക്കും. അവിടെ അതിനും വേറെ ആട്ടോ ഡയമണ്ട് റിംഗ് ഉണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട്. അതിലേക്ക് ഒത്തിരി പേര് ഫേഷ്യൽ, പെഡിക്യൂർ ഇതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബെനിഫിറ്റുകളെല്ലാം യൂസ് ചെയ്യുക, ഓഫറുകളെല്ലാം യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ അടിപൊളി സാരികൾ 15,000-20,000 രൂപയുടെ ഏറ്റവും അപ്ഡേഷൻ. പിന്നെ ഞാനിങ്ങനെ ഓരോന്നും കണ്ട് അയച്ചു കൊടുത്ത് വരുത്തിയതാട്ടോ. നമ്മുടെ വലിയ ഇങ്ങനെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വലിയ ആൾക്കാരൊക്കെ ഇട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്കതറിയാം. ഇതിൻ്റെ ബ്ലൗസ് ഏതാ? അടിപൊളി സോഫ്റ്റ് സാരി ആട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെ സിൽക്കിൻ്റെ ഇത് നോക്കിയോ, ഒരു ടിഷ്യൂ ബാവഞ്ചി പോലെ ഉള്ളപ്പടി എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബോർഡർ. ഇത് ഭംഗിയുള്ള സാരി. അതിൻ്റെ മുന്താണി ബ്ലൗസ് പീസ് ഇതും. നമ്മൾ 20-25 സാരിയൊക്കെയാണ് നിസ്സാര വിലയ്ക്ക് കിട്ടാൻ പോണേ. എന്നാ വില? 2399 ഇതിൻ്റെ വിലയുള്ളേ. അടിപൊളി സാരി കേട്ടോ. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചിട്ട് എനിക്ക് സാരി കിട്ടിയെന്നറിയാമോ? ഇത് ഇങ്ങനെ നമുക്കങ്ങനെ വിളിച്ചു. ഇത് അടിപൊളി സാരികൾ. കോഫി ബ്രൗൺ ആണേ. പ്രീമിയം സാരിയുടെ ഡൂപ്ലിയാണ്. ഇന്നത്തെ കുറച്ച് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് സാരി ആട്ടോ. കനവും ഇല്ലാതെ ഇതാണ് ഇതിൻ്റെ കനമുള്ളൂ കേട്ടോ. കേട്ടോ, കൈ ഇങ്ങനെ പിടിച്ചാൽ കാണില്ല, അത്രയും കനമുള്ളേ. കാണുമ്പോൾ കനമുണ്ടെന്ന് ഓർത്തേക്കരുത്. ഇത്ര സോഫ്റ്റ് സാരിയാണ്. നമ്മുടെ ഇതിൻ്റെ കാഞ്ചീപുരത്തിൻ്റെ സാരികളുടെ വില ഞാൻ പറഞ്ഞപ്പോൾ ഇത് കൊടുത്തിട്ട് ആ ഒറിജിനൽ കൊടുത്താൽ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു ആൻറ്റിക് സെറി ലുക്കാണ് ഉള്ളൊക്കെ. അല്ലാണ്ട് ഗ്ലോ ഉള്ള ആൻറ്റിക് സെറി, ഒരു ചാർക്കോൾ. ഇതിന് ബ്ലാക്ക് ആയിട്ടായിരിക്കും ചാർക്കോൾ ലുക്ക്. മറ്റേനൊക്കെ ആൻറ്റിക് ഒരു സെറി ലുക്കാണ്. അത് ഇതിനൊക്കെ അത് ഒരു ടിഷ്യൂ ആൻറ്റിക് സെറിയാണ് ഉള്ളിൽ. നല്ല
നല്ല സൂപ്പർ സാരിയാണ്, ഗ്രാൻഡാണ്. ഒരു ഫങ്ഷനൊക്കെ പോകാൻ നമ്മൾ ഒത്തിരി വിലയുടെ മേടിച്ച് അത് ഉടുക്കാണ്ടിരുന്നാലും ഡ്രൈ വാഷ് ചെയ്യാണ്ടിരുന്നാലും ബിജി പോട്ടെ. എനിക്ക് പറ്റിയത് ഒരു ഫങ്ഷൻ കൊടുത്തിട്ട് കുറേ കാലം ഉടുത്തില്ല. ദൈവം എന്ത് മനോഹരമായിരുന്ന സാരിയാണ്. അടുത്ത ഫങ്ഷന് പോയപ്പോൾ സിൽക്ക് എക്സിബിഷൻ വെച്ചാൽ ട്രെന്ന് കേട്ടു. ഓക്കെ, എങ്ങനെയൊക്കെ മൂടിപ്പറിച്ചാണ് അപ്പടിയും കീറിപ്പോയി, പിഞ്ചിപ്പോയി. നമ്മൾ ഒറിജിനൽ സിൽക്കിനൊക്കെ അങ്ങനെ കുഴപ്പമുണ്ട്. ഈ എക്സിബിഷന് കിട്ടിയപ്പോൾ എത്ര കാലം മുമ്പുണ്ടായിരുന്നെന്ന് ആർക്കറിയാം. ഇനിയും കാണുന്ന നല്ല മനോഹരമായ സാരി കേട്ടോ. നിങ്ങൾ ചാടി വെബ്സൈറ്റിൽ എടുക്കുന്നവരെടുക്കുക. ഇതൊക്കെ നമ്മൾ ഫസ്റ്റാണ്. അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കുക. അദ്ദേഹം ഒറിജിനൽ മൊഡാലാട്ടോ, ഒറിജിനൽ മൊഡാൽ. അത് ഇവിടെ ഒരു നല്ല രസമില്ലേ, ഒരു പ്രിൻ്റ്, ഇങ്ങനെ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ്. ബ്ലൗസ് പീസ് എന്നതാ അരികില്ല. ആ ബ്ലൗസ് ഇത് തന്നെയാട്ടോ അല്ലേ, സെയിം ആട്ടോ ബ്ലൗസ് പീസ്. 2999. മൊഡാല് നമുക്ക് ചോദിച്ചും പറഞ്ഞിട്ട് എല്ലാവരും എടുക്കണ്ട്. കാരണം ഇപ്പം ഏത് വലിയ ഫങ്ഷനായാലും ഇതിന് ഇത്രയും വിലയുള്ളൂ എന്ന് ഓർക്കണല്ല. ഇത് അപ്ഡേഷനാണ്, പുതിയ ഫാഷനാണ്. അപ്പോൾ നമുക്ക് മൊഡാലിങ്ങനെ നന്നായിട്ട് ചിലവാട്ടോ. നല്ലൊരു ടീൽ ബ്ലൂ കളർ, റെഡിഷ് മെറൂൺ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഒരു 8 സൈസ് പേളിൻ്റെ മാലയൊക്കെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആൻറ്റിക് ഗോൾഡ് മാല ഇട്ടാലും ഭയങ്കര രസമായിരിക്കും. സാരി ഇപ്പോൾ പോലെ കാലത്ത് ഒരു കാഞ്ചീപുരം എടുത്തിട്ട് ഒരു ഫങ്ഷൻ പോകുമ്പോൾ ഭയങ്കര തലവേദന. ഇപ്പം ഈ അപ്ഡേഷൻ വില കുറഞ്ഞായാലും ഭയങ്കര ലുക്കാണ്. കാരണം ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒന്നും ഇപ്പം തിരിച്ചറിയാൻ പാടുള്ളൂ. സൂപ്പറാണ്, അതെ അടിപൊളിയാണ്. പ്രൗഡ് നല്ല കളർ ചാർട്ടും ആട്ടോ. ബ്ലൗസും കൂടെ ഉണ്ടെന്നുണ്ടായിരുന്നു. ലൈലാക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് വെച്ചിട്ട് വന്നിട്ടുണ്ടേ, അടിപൊളിയാട്ടോ. നേവി ബ്ലൂ, റോയൽ ബ്ലൂ, ഇനിയുണ്ടോ? എല്ലാ ഷെയ്ഡും അടിപൊളിയാണ്. പർപ്പിളിൻ്റെ അല്ലേ, ലൈലാക്കിൻ്റെ അല്ലേ, ബ്ലാക്ക്. ഇപ്പോൾ ഈ മൊഡാൽ സാരി എല്ലാവർക്കും കൊടുക്കാം, ന്യൂജനും കൊടുക്കാം, അമ്മമാർക്കും കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും അപ്ഡേഷൻ പുതിയ ഫാഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് കാണിക്കുമ്പോൾ അനിതാക്ക് കൊടുത്തേക്കണ പണിയിരുന്നേ അല്ലേ. എൻ്റെ ഫ്രണ്ട് ഈ കാണിക്കണ കദാൻ സാരിയാണ്, കോൺട്രാസ്റ്റ്. നമുക്ക് ശരിക്കും ഇതാ 25,000 രൂപയുടെയൊക്കെ കാഞ്ചീപുരം. ഇത് കദാൻ സാരിയാണ്. കനമൊന്നുമില്ല കേട്ടോ, കനമൊന്നുമില്ല. കാണുമ്പോൾ തോന്നും കനമൊന്നുമില്ല. ഇതെൻ്റെ ഫ്രണ്ട് കൊടുത്ത് ഞാൻ ഇട്ടേക്കാട്ടോ. ഒരു മോളാണെങ്കിൽ 10,000 രൂപയുടെ കാഞ്ചീപുരം കൊടുത്ത പുള്ളിക്കാരി. സിമ്പിളാകട്ടെ, ഇനി വില പറയണ മോശം. കാണുന്നവരെല്ലാവർക്കും അയ്യോ എന്ത് സാരി എന്ന് പറഞ്ഞ് ഈ സാരിയുടെ പുറകെയാറുന്നു. അപ്പോൾ ഞാൻ ആ പടം ഇടാട്ടോ, എന്ത് ഭംഗിയാറെന്നറിയാവോ. 2999, 2999. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വേണമെങ്കിൽ ഈ 10,000-30,000 രൂപയുടെ സാരിയുടെ കൂടെ എടുത്ത് വെച്ച് ചോദിക്കും. അതും ഇതും സെയിം ആയിരിക്കും. ബ്ലൗസ് പീസ് നിങ്ങൾക്കറിയാലോ, പ്ലെയിൻ വന്നിട്ട് അരികത്ത് ബോർഡറാണ്. മഞ്ഞയും മെറൂണും പറയണോ? മഞ്ഞയും ഗ്രീനും. ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. അടിപൊളി സംഭവമാണ്.
ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് ബോർഡർ. ഗ്രീൻ വന്നിട്ട് മെറൂൺ, റെഡിഷ് മെറൂൺ. ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് ബോർഡർ. ഗ്രീൻ അല്ലേ? ആ അല്ല, മെറൂൺ അല്ല, റെഡ് അല്ലേ? മജന്തയല്ല, റെഡ്, റെഡിഷ് മെറൂൺ അല്ല, സോറി, ഗ്രീൻ വന്നിട്ട് റെഡ്. ഇത് നേരെ തിരിച്ച് തുണിയൊക്കെ കാണാമല്ലോ, അല്ല സ്റ്റഫൊക്കെ. അടുത്തിട്ട് വരുമ്പോൾ കളർ ചേഞ്ച് വരുവേ. റെഡ് വന്നിട്ട് ഗ്രീൻ. ബ്ലാക്ക് വന്നിട്ട് റെഡ്. അടിപൊളിയാണ്, സൂപ്പർ സംഭവം. ഇനി ഉണ്ടൊരു കളർ, ഈ കളർ കൂടെ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവർക്കും വേണ്ട സൂപ്പർ സംഭവങ്ങളുണ്ട്. നമ്മൾക്ക് നല്ലത് കിട്ടുമ്പോൾ എടുത്തു വെച്ചോട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇനിയിപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വന്നെ. ക്രിസ്മസ് ഇതൊക്കെ ആദ്യം കാണിച്ചത്. ഇതൊക്കെ ഇനിയിപ്പോൾ നല്ല ഇതിങ്ങനെ കളക്ഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏപ്രിൽ അങ്ങ് തുടങ്ങിയാൽ പിന്നെ എത്രയും കിട്ടില്ല. നല്ല രസമുള്ള സാരി അല്ലേ? ഇത് നമ്മുടെ ചന്തേരി സിൽക്കിൽ കലങ്കാരി പ്രിൻ്റ്, സോഫ്റ്റ് കോട്ടണിലും ഇതുണ്ട്. ഇത് ചന്തേരി സിൽക്കിൽ കേട്ടോ. ഇത് പണ്ട് മുതലേ ട്രെൻഡാണ്, നല്ലത് കൊടുത്താൽ എപ്പോഴും ഇൻസ്റ്റയിൽ നോക്കിയാൽ അങ്ങനെ ഇതുണ്ട്. ഒരു സുന്ദരി കൊച്ചിങ്ങനെ ഇന്ന് തിരിയുണ്ട്. 1990 1990 ഉള്ളൂ. എനിക്ക് തോന്നി എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഈ സാരി ഉണ്ടായിരുന്നു. എന്നും ഫാഷൻ, അന്നും ഒന്നും ഒക്കെ. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈ പ്രിൻ്റാട്ടോ, ഈ പ്രിൻ്റ്. ഇതിൻ്റെ ചുരിദാറും ഉണ്ടായിരുന്നു പണ്ട് എക്സിബിഷന്. നല്ലതാണ്, ഉടുക്കുമ്പോൾ ഒരു നല്ലൊരു എലഗൻ ലുക്ക് തോന്നും. പ്രിൻ്റഡ് സിൽക്ക് സാരി ഉടുക്കൂലേ, സെയിം. ഇതൊക്കെ ജയ്പൂർ കളക്ഷനാണ്. ജയ്പൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോട്ടണൊക്കെ വലിയ വിലയാണ്. തന്നെ ഈ കോട്ടൺ ഇത്രയും വില എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും ഇത് ജയ്പൂർ കോട്ടണാണ്. എല്ലാത്തിനും നല്ല വിലയാണ്. അഹമ്മദാബാദൊക്കെയാണ് തോന്നുന്നു വിലക്കുറവ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഫിനിഷിങ്ങും കൂടും. ബോംബെയുടെ സാധനം, അതായത് സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട്. നമ്മൾ കാണുമ്പോൾ എല്ലാം പല പല വില, അങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായ ക്വാളിറ്റിയും വില വ്യത്യാസവും ഒക്കെ വരും കേട്ടോ. അയ്യോ അവർ പറ്റിച്ച അതൊന്നുമല്ല. ഇപ്പോൾ കോട്ടണിൽ ഏറ്റവും കൺഫ്യൂഷൻ മിക്സിങ് കോട്ടനും ഉണ്ട്, ശരിക്കുമുള്ള കോട്ടൺ സെയിം പ്രിൻ്റിലുണ്ട്. മിക്സിങ് കോട്ടന് വിലക്കുറവാണല്ലോ, മറ്റേ കോട്ടന് വില കൂടുതലല്ലേ. വലിയ തലവേദന കണ്ടുപിടിക്കാൻ. നമ്മൾ വീഡിയോയിലൊക്കെ പറയുമ്പോൾ സെയിം വ്യത്യാസപ്പെടുത്തി കേട്ടോ പറയണത്. ഇത് മിക്സിങ് കോട്ടൺ വില കണ്ടാട്ടോ ഞാൻ തീരുമാനിക്കണേ, കണ്ടാൽ പിടിച്ചാലൊന്നും തോന്നൂല. ഈ ഒറ്റ കളറാട്ടോ ഇതിൽ വന്നേക്കണേ. ഈ പ്രിൻ്റ് ബ്ലൗസുമായിട്ട് നല്ല രസമില്ലേ? 1299. ഈ കളർ തന്നെയാണ് വന്നേക്കണേ. ഈ ബ്ലൗസ് നല്ല രസമില്ലേ? ഇനി ഭാവിയിൽ അവരെല്ലാത്തിനും ഇങ്ങനെ പ്രിൻ്റ് ബ്ലൗസ് ഉണ്ടാക്കുമായിരുന്നു. ഇനി നമ്മുടെ കാന്താവർക്ക് സാരി വന്നിട്ടുണ്ട്. ഇനി ഒരെണ്ണമൊക്കെ ഇങ്ങനെ വിടത്തി കാണിക്കാം കേട്ടോ. ഇത് ഈ ബേബി സിൽക്ക് പോലെ അങ്ങനെ ശരിക്കും സെമി ടെസർ മെറ്റീരിയലാണ്. ഫുൾ ഹാൻഡ് വർക്കാട്ടോ. ഇത് സ്റ്റാർച്ച് ചെയ്തിട്ടാട്ടോ ഈ വടി പോലെ ഇരിക്കണേ. ഇത് ഭയങ്കര സോഫ്റ്റ് ആകുന്ന മെറ്റീരിയലാണ്. ഒന്ന് വാഷ് ചെയ്താൽ പതുപതു, പിന്നെ നമ്മൾ വേണമെങ്കിൽ സ്റ്റിഫാൻഷയും പിഴിയണം, അതുപോലെ സോഫ്റ്റ് ആണ് മെറ്റീരിയലാണ്. നല്ല ഗ്യാരണ്ടി ഉള്ള സംഭവം, ഒരു കംപ്ലൈൻറ്റും വരില്ല. കൊടുത്താൽ ഈ വിലയ്ക്കനുസരിച്ച് ഏറ്റവും നമ്മൾ വിൽക്കുന്നതിൽ എനിക്ക് സംതൃപ്തിയുള്ള സാധനം.
ഈ വില എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുറവാണ് ശരിക്കും. ഇങ്ങനെ 1199 വിലയുള്ളൂ. അതിപ്പോൾ ഒരു വൈറ്റ് സാരിയിൽ ഇങ്ങനെ ഇനി എല്ലാത്തിലും വർക്ക് വ്യത്യാസം ചുമ്മാ ഒന്ന് കാണിക്കാം കേട്ടോ. മുന്താണി ഇങ്ങനെ മുന്താണിയുടെ പടം എടുത്തു ഉള്ളത് ഇങ്ങനെ കേട്ടോ. ഞാൻ ഈ വൈറ്റ് സാരി എനിക്കിതിൽ ഭയങ്കര ഇഷ്ടം. വിലയും കുറവ്, വൈറ്റ് ഇങ്ങനെ ഒരു കണ്ട ഇത്രയും വർക്കിന് ഈ ഓഫ് വൈറ്റിലാണ് നമ്മൾ ഏറ്റവും അധികം ഹാൻഡ് വർക്ക്. ലെമണല്ലോ ഓഫ് വൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ബേജ് ഇതിലൊക്കെയാണ് ഏറ്റവും ഭംഗി എടുത്ത് കാണുമല്ലോ. റോസിൽ ഒരു രസവും ഇല്ല കേട്ടോ. റോസ് ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലും സെൽഫ് ഡിസൈനുള്ള തുണി എടുക്കാവുള്ളൂ. പെയിൻറ്റിങ്ങിനോ ഹാൻഡ് വർക്കിനൊന്നും ലൈറ്റ് റോസ് ഒന്നും കൊള്ളൂല കേട്ടോ. വൈറ്റിൻ്റെ ഫുള്ള് എടുത്തിട്ടുണ്ട്. കാരണം വൈറ്റ് ഇങ്ങനെ ഈ സാരി ഇല്ലാത്തവരൊക്കെ എടുത്തു വെച്ചു. നല്ലൊരു പേടിൻ്റെ മാലയിട്ടാ ഈ നിസ്സാര വിലയ്ക്ക് എന്ത് ലുക്കാണെന്നറിയാവോ. ഒരു കാലത്തും പോവില്ല. കിട്ടിയപ്പോൾ ഞാനേ വൈറ്റ് അപ്പടിയും പറക്കി എടുത്തതാണ്. സ്റ്റോക്ക് പറഞ്ഞു. ഈസ്റ്റർ വരുമ്പോഴത്തേക്കും പ്രയോജനമുണ്ടെന്ന്. കറക്റ്റ്. ഈസ്റ്ററിനെന്ന് തന്നെയൊന്നുമല്ല, വൈറ്റൊക്കെ എപ്പോഴും ഫാഷൻ. ഏപ്രിലാ ഇപ്പം ഇങ്ങനെ കണ്ണെടുത്ത് നോക്കുമ്പോൾ ഏപ്രിലാവൂലേ. ഓണം കഴിഞ്ഞ ദിവസമല്ലായിരുന്നു. അതേ ഇപ്പോൾ ക്രിസ്മസും കഴിഞ്ഞാൽ ഈസ്റ്റർ ആറായി. ഫെബ്രുവരിയൊക്കെ 28 ദിവസമല്ലേ പെട്ടെന്ന് തീരൂലേ. പിന്നെ എന്ത് കിട്ടുന്ന ദിവസം പോണല്ലേ. നമുക്ക് വിസ അടുക്കും. ഓരേ ദിവസം കഴിയും തോറും യേശുവിലേക്ക് ചെല്ലാനും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ദിവസം അടുക്കും. ഇതിൻ്റെ മുന്താണിയുടെ പടം എടുത്താൽ മതി കേട്ടോ. അപ്പം ഡിഫറൻസ് ഇത് ബേജ് കളർ ചിക്കു ബ്ലൗസ് പീസ്. ഇത് എല്ലാത്തിൻ്റെ മുന്താണി മാത്രം കാണിക്കാം. ഇത് അവിടെ ഇരിക്കണം ഒരു ബേജ് കൂടെ സെയിം ആണ്. ഇത് ഫോട്ടോ ഇടില്ല. ഫോട്ടോ എല്ലാം എന്ത് രസമല്ലേ. എനിക്ക് പ്ലെയിനിൽ വന്നിട്ട് വർക്ക് അല്ലെങ്കിൽ പ്ലെയിനിൽ ബോർഡർ, എൻ്റെ കളർ ട്രേസും ഇതൊക്കെ എനിക്ക് അങ്ങനെ കണ്ടു. എനിക്ക് കളർ ഉണ്ടാക്കല ഡൈ ചെയ്തതുമില്ല. കഴിഞ്ഞ ദിവസം ഭയങ്കര വിലയുടെ ഡ്രസ്സ് എടുത്താണ്. ഡൈ ചെയ്തതിന് ഷോള് കിട്ടില്ല. പ്ലെയിനിൽ ആ ഷോൾ ഇട്ടപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഭംഗി പോയി. പിന്നെ വേറെ ഷോൾ എടുത്ത് ഇന്നലെ ഡൈ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈ ചെയ്യാൻ കയറിയപ്പോൾ അതേ ചോദിച്ചു. അവിടെ എൻ്റെ പോലെ ഒരിടത്തും ചെന്നാലിപ്പോൾ നിക്കക്കളിയില്ല. യൂട്യൂബിലൊക്കെ എല്ലാവരും കാണുമല്ലേ, ഇതന്നെ രേവതിക്കാരിവിടെയെന്ന്. പക്ഷെ അപ്പോൾ ഒന്നും പറയണ്ട. ഒരിടത്തും എവിടെ ചെന്നാലും ഒരു ഇതുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നോക്കും, എന്നിട്ട് ചിരി തുടങ്ങും. അതൊരു വലിയ അനുഗ്രഹം കേട്ടോ. ദൈവം തന്ന അനുഗ്രഹം. ജയലക്ഷ്മിയുടെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുക. കുഞ്ഞൂനെയൊക്കെ നോക്കി വണ്ടി വന്നേ. അപ്പോൾ ഒരു കൊച്ച് ഓടി വന്നു. ഞാനും കുഞ്ഞൂടെ ഉണ്ണിക്കുട്ടൻ വണ്ടി എടുക്കാൻ പോയിക്കോറും. ഓടി വന്നൊരു ന്യൂജൻ കൊച്ച് യൂട്യൂബിൽ കാണാറുണ്ടല്ലേ, കാണാറുണ്ട്, അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ വചനമൊക്കെ കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞു പറയും, അമ്മ ഇത്രയും വലിയ സംഭവമാണ്. ഞാൻ പറഞ്ഞത് ആ വചനം പറഞ്ഞ കാരണം യേശുവിൻ്റെ വചനം പറയുന്ന ഒരു സംഭവമായി മാറും. ആ വചനം പാലിച്ചാൽ ഞാൻ ആരാർന്നേനെ. പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും ഗമ. അപ്പോൾ പാലിച്ചെങ്കിലും വചനം പാലിച്ചാൽ യേശുവിനെ പോലെ ആയാൽ ഞാൻ ലോകത്തിൽ ഉന്നതേ ശ്രേഷ്ഠയാകും.
ഞാൻ വിനീതൊന്ന് അതെ അവനെ പറഞ്ഞാണോ ഞാൻ യേശപ്പന എന്നെ സഹായിക്കട്ടെ, അങ്ങനെയൊക്കെ ആകണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. ഈ ഞാനെന്ന് അഹങ്കാരം പൊങ്ങി വരും, അതാണ് പ്രോബ്ലം. ഞാൻ എന്നുള്ള അഹങ്കാരമാണ് പിശാച്. ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വഭാവം ആകണ്ടേ. കുഞ്ഞിലെ ട്രെയിൻ ചെയ്തായിരുന്നു. ഞാനിപ്പോൾ പൗലോ കുഞ്ഞിനെ എങ്ങനെ ആക്കാൻ നോക്കും. എവിടെ കടി ഏറ് ദേഷ്യമൊക്കെ ഉണ്ട്. ഇങ്ങനൊക്കെ മാറ്റണം. യേശുപ്പനോട് പ്രാർത്ഥിച്ച് നല്ല ഗ്രീൻ. ഇത് രസാല. ഈ ഗ്രീൻ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഒരു പേസ്റ്റൽ ഗ്രീൻ അല്ലേ? ഈ ഗ്രീൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇല്ലെന്ന് എനിക്ക് കാണാം. എന്ത് രസാ. ഗോൾഡൻ എല്ലോ. എന്ത് രസമുള്ള കളേഴ്സ്. ഇത്രയും കളേഴ്സ് വന്നിട്ടുണ്ട്. ഇത് തീർന്നില്ലേ? ഇട്ടിട്ട് പലട്ട് ഇനി വെറൈറ്റി സാരി ഇനിയും വരാനിരിക്കുക. ഇതുണ്ടോ? അപ്പുറം ഇപ്പുറം ഒക്കെ ഉണ്ട്. നല്ല സാരികളാണ്. ഈ സാരി എടുത്തിട്ട് ആർക്കും നഷ്ടമാണ് ഒരു കാലത്തും പറയുന്നുണ്ട്. ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്ത് ഈ സംഭവം ഒരു കാലത്തൊരു മനുഷ്യർക്ക് നഷ്ടമല്ല. ഈ ഒരു ബ്ലാക്ക് കൂടെ ഉള്ള ലൈറ്റ് ഗ്രീൻ. കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് വെട്ടി ചുരിദാറും ഷോളും ഒക്കെ ആക്കാം കേട്ടോ. കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. നിങ്ങൾ വടി പോലെ ഇരിക്കണേ. അവർ ഹാൻഡ് വർക്ക് ചെയ്തിട്ടേ, ഹാൻഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പതുപതുന്ന് ആവുമായിരിക്കുമല്ലോ. ഈ ഫ്രെയിമൊക്കെ ഇട്ട് വലിച്ചല്ലേ. അത് കഴിഞ്ഞൊന്ന് സ്റ്റാർച്ച് ചെയ്ത് തേച്ച് തന്നേക്കണേ. ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്കടെ കയ്യിൽ ഈ വില വരുമ്പോൾ ആദ്യം ചെയ്തവൻ അങ്ങ് എന്ത് കിട്ടി കാണൂല്ലേ. അപ്പം നിങ്ങൾ ഓർക്കാം, നിങ്ങളൊരു സാരി മേടിക്കുമ്പോൾ ഈ തുണി ഉണ്ടാക്കിയത് ആ ഉൽപ്പാദനം അവിടുന്ന് മുതലുള്ള മനുഷ്യർക്ക് ഒരംശം കിട്ടും. ചിലവഴിക്കുമ്പോൾ ആട്ടോ, അതാണ് ഒരു സുവിശേഷമാണ്. ചിലവഴിക്കാണ്ട് ആർക്കും ഒന്നും കൊടുക്കാണ്ട് ബാങ്കിലിട്ടത് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അധികം എൻ്റെ ഉള്ള പ്ലെയിനല്ലേ അതെ. അങ്ങനത്തെയാ. ഒരെണ്ണം ഇടത്തി കാണിക്കാം. ഞാനോർത്തോ എന്നെ കാണിച്ചതെന്ന് അങ്ങനെയായിരുന്നല്ലോ. ഇത് ഫ്യൂഷനല്ലല്ലോ. ഫ്യൂഷനാണോ? അതെ 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 അതെ. ആ ഫ്യൂഷനാ. ഏതാ മുണ്ടാണി? അതെയോ? ഇത് ഫ്യൂഷനാ. ഇത് ഈ ഹാഫ് സാരി പോലെ വരും. ഈ ഫ്യൂഷൻ സാരി പോലെ ഇതിങ്ങനെ വരും. അജ്രക് പ്രിൻ്റ് ഇവിടെ ഇങ്ങനെ വരുവേ. അത് കഴിഞ്ഞ് ഒരെണ്ണഴിച്ച് കാണിക്കാം. വീണ്ടും കൊണ്ട് ഈ ഞെറിവിൻ്റെ ഇവിടെ മുതൽ ഇങ്ങനെ, ഞെറിവിൻ്റെ അവിടെ മുതൽ ഇതാട്ടോ, ഇതാണ് ഞെറിവ് മുതൽ ഇങ്ങനെ പ്ലെയിൻ വരും. ഞെറിവിൻ്റെ അവിടെ മുതൽ പ്ലെയിൻ ആയിരിക്കും. ബ്ലൗസും പ്ലെയിനാണ് അല്ലേ? അല്ല, ബ്ലൗസ് ഡിസൈൻ. അങ്ങനെ വരും, അങ്ങനെ വരും. അവിടെ കയറ്റി വെക്കട്ടെ. $699 വിലയുള്ളൂ കേട്ടോ. നല്ലൊരു വെറൈറ്റി സാരി, സെമി മൊഡാല. ഞാൻ എൻ്റെ കളർ കാണിക്കാം കേട്ടോ, അല്ലെ അപ്പടി അഴിക്കേണ്ടത്. സെയിം ബ്ലാക്ക്. ഇതുപോലെ തന്നെ ഉള്ള പ്ലെയിൻ ആട്ടോ. ഇനി ബോട്ടിൽ ഗ്രീൻ, അജ്രക് പ്രിന്റ്, സെമി മോഡൽ.
വന്നത് ബ്ലൂവിൽ ഈ വിലക്കൊക്കെ നല്ല സാധനം കേട്ടോ. ഒരു വെറൈറ്റി ഉണ്ട്. പണ്ടൊരിടയ്ക്ക് ഞങ്ങൾ സെറ്റ് ചെയ്യുമായിരുന്നു സാരി കോട്ടയിൽ ഇങ്ങനെ വെച്ച് മുറിച്ച് ബ്ലൗസ് പീസ് ഇങ്ങനെ എന്തോരം കഷ്ടപ്പെട്ട് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. പണ്ട് ഡിസൈനിങ് ആയിരുന്നു അങ്ങനെയായിരുന്നു നമ്മുടെ കട ഏറ്റവും അധികം ഫേമസ് ആയി. പിന്നെ ആ കഷ്ടപ്പാടും ഓരോ പിള്ളേരെയൊക്കെ കെട്ടിച്ചൊക്കെ വിട്ടപ്പോഴത്തേനും അപ്പോൾ ഇട്ടിട്ട് പോരുന്നിട്ടോ സാരി. ബ്ലൗസ് വേണ്ടേ? ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്. രണ്ട് എല്ലാ സൈസ് വ്യത്യാസമൊക്കെ ആയിരുന്നു. ലാർജും ഡബിൾ എക്സലും ഉള്ളൂ അല്ലേ? പൊക്കയാണ് എല്ലാത്തിനും. അതിനും റെഡി. എത്രയാ റേറ്റ്? എത്രയാ? ബോട്ട്നെക്കാട്ടോ അല്ലേ? പ്രിൻസസ് കട്ട് ബോട്ട്നെക്കാണ്. ബോട്ട്നെക്കല്ല, ആവശ്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ബാക്ക് ഇങ്ങനെ ഇറങ്ങിയാണ്. പൊക്കയാണ് 150 രൂപ. എല്ലാം സെയിം ലാർജും ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ. ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാലും വലിയ തടിയൊന്നും ഉള്ളവർ എടുക്കണ്ട കേട്ടോ, കയറിയില്ലെങ്കിലും. സ്ട്രെച്ചബിൾ ആണ്. ഡബിൾ എക്സലിൻ്റെ ഒരെണ്ണം എടുത്ത് കാണിച്ചു. ഇത് കാണിക്കാം ആദ്യം. ഇത് അതിൻ്റെ തന്നെ ഡബിൾ എക്സൽ ഒന്ന് കാണിക്കേ. കോഫി ബ്രൗൺ എന്തോരം വ്യത്യാസമുണ്ട്. ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ലാർജ് ഒരുമാതിരി സ്ട്രെച്ചബിൾ ആകുമ്പോൾ അങ്ങനെ പ്രിൻസസ് കട്ടൊക്കെയാണ്. ബനിയൻ ടൈപ്പാണ്. രസമുണ്ട്. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാനൊക്കെ സൗകര്യമാകും. കാണുന്ന ഏതെങ്കിലുമൊക്കെ സാരി റെഡ് മുന്തിരി കളറ് 150 ഉള്ളൂ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ബ്ലൗസും കറക്റ്റ് അളവിൽ അതാത് ഫാഷനിൽ ബ്ലൗസും വരും അല്ലേ? വേണ്ട ഡബിൾ എക്സലൊന്നും കാണിക്കട്ടെ. ഇതിൻ്റെ എല്ലാത്തിനും ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇട്ടിട്ട് പോലെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണത്തിന് വില കയറുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നിച്ചൊരു എമൗണ്ട് കൊണ്ട് ഒരു സ്വർണം മേടിക്കൽ ഒരു വലിയ ഇപ്പോൾ സംഭവമായേക്കുക. അപ്പോൾ ഇച്ചിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊരു ലിക്വിഡ് അസറ്റ് ആണെന്ന് ഓർക്കുക. എന്തിനാണ് ഈ സ്വർണ്ണം ഞാൻ ഇടാണ്ടിരിക്കുക വെച്ചിട്ട് ഒരു ലിക്വിഡ് അസറ്റ്. അപ്പം ഒരെണ്ണം എക്സലി മാത്രം ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ രേവതി ഗോൾഡ് സ്കീമിൽ കയറുക. 9447575564 എൻ്റെ നമ്പറാട്ടോ. ഇതൊരു വെറൈറ്റി ഫാഷനിൽ ഇത് വെച്ചേക്കണം. ഇങ്ങനെയൊക്കെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ എക്സലിൽ. അപ്പോൾ നമ്മൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്നെ അറിയുകയും കേൾക്കൂലാത്ത മനുഷ്യർ അപ്പടി ഇട്ടേക്കണേ. നിങ്ങൾക്കത് ഉറപ്പായിട്ടൊരു അനുഗ്രഹമാവും. എപ്പോഴും എപ്പോഴും ഏത് കാലഘട്ടത്തിലും ഒരു സമ്പാദ്യമില്ലേ നമുക്ക്. ആ സമ്പാദ്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും സമ്പാദിക്കാൻ നല്ലത് സ്വർണ്ണത്തിലാണ്. അപ്പോൾ ഞാനങ്ങനെ സ്വർണ്ണക്കട തുടങ്ങിയത് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടാട്ടോ. നമ്മളെ ബിസിനസ്സുകാരില്ലേ മാർവാടികൾ അങ്ങനെ അവരൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ കെട്ടിടം മേടിക്കാനിരുന്ന. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ അതല്ല, ഇതാണ് ഈ ഇതിലേക്കൊന്ന് തിരിയുക, അതാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, എപ്പോഴും നമ്മൾ ഇച്ചിരി ഇൻവെസ്റ്റ്മെൻറ്റ് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുക. അപ്പോൾ ശരിയെന്ന്. അപ്പോൾ ശുംഭ്രൻ എല്ലാവരെയും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.